എല്ലാ വിദ്യാലയത്തിലും 3 വർഷം വരെയാണ് ഒരു PTA പ്രസിഡന്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ബോഡി വിളിച്ച് പുതിയ ഇലക്ഷൻ വയ്ക്കും, പുതിയ PTA പ്രസിഡന്റ് വരും. പുതിയ ഒരാൾ വന്നപ്പോൾ തികച്ചും നിശബ്ദനായിട്ടൊരു മനുഷ്യനാണ്. പിന്നെ എൻ്റെയൊക്കെ സ്വഭാവത്തിന് തീരെ ഉൾക്കൊള്ളാനും പറ്റില്ലല്ലോ. ഞാനിങ്ങനെ വിചാരിച്ചു ഇവരെങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും. ഓണാഘോഷ പരിപാടിയിൽ അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു നാവടക്കൂ പണിയെടുക്കൂ. അദ്ദേഹം അങ്ങനെയായിരുന്നു. രാത്രി മുഴുവൻ എൻ്റെ 1100 മക്കൾക്ക് ഇവിടെ സമൃദ്ധമായൊരു സദ്യ ഒരുക്കുന്നതിന് ഉറക്കമൊഴിച്ച് 12 മണിക്ക് വിയർത്ത് കുളിച്ച് ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വന്നിട്ട് ഊണ് കഴിക്കാം ടീച്ചറെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ദീപ ടീച്ചർ പറഞ്ഞു, അജയൻ സാറിന് ശേഷം ആഗ്രഹിച്ച പോലെ കിട്ടിയ ഒരു PTA പ്രസിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ 175-ാം വാർഷികത്തിൻ്റെ ഈ ഗരിമയിൽ ആശംസ അർപ്പിക്കുന്നതിനായി ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ സതീഷ് സാറിനെ സാദരം ക്ഷണിച്ചു. വേദിയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 175-ാം വർഷം പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 175 വർഷം എത്ര നിമിഷം കൊണ്ടാണ്, വർഷങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞു പോയത് നമുക്ക് ഓർക്കാം. ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാലയത്തിൻ്റെ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രധാന അധ്യാപകർ, PTA അംഗങ്ങളായവർ, PTA പ്രസിഡൻ്റായവർ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ സജീഷ് സാർ അലുമിനി അസോസിയേഷൻ്റെ ചുമതല അദ്ദേഹത്തിന് അങ്ങോട്ട് ഞങ്ങൾ കയ്യോടെ ഏൽപ്പിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം, അതിനെന്താ ടീച്ചർ അതൊക്കെ നമുക്ക് നടത്താം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചെയ്യുമോ ചെയ്യില്ലയോ, കാരണം അവർ പരിചയമില്ല, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷേ അന്നും ഫീഡ് ചെയ്ത് വെച്ചു നമ്പർ. അതിനുശേഷം സ്റ്റാറ്റസ് കണ്ടപ്പോൾ മനസ്സിലായി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊഴിഞ്ഞാമ്പാറയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അദ്ദേഹം. ഒരു യങ് വൈബാണ്. ആ പിള്ളേരുടെ ഒപ്പം എല്ലാ പാട്ടിനും ഡാൻസിനും എന്താ പറയുക മാവേലിക്കും എല്ലാറ്റിനും ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി വെറുതെ അല്ല പറഞ്ഞത്, ഞാൻ ഏറ്റു എന്ന്. ആ ഏറ്റ അദ്ദേഹത്തെ ആശംസ അർപ്പിക്കുന്നതിനായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ ഗുരുവന്ദ്യരെ, മറ്റു പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിൻ്റെ 175-ാം ഗരിമ എന്നൊരു ആശയം ഇവിടെ ഉദിച്ചത്, അതിനായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെങ്കിലും ഞാൻ ആദ്യമായിട്ട് വന്നതും എല്ലാം കൂടെ എൻ്റെ തലയിൽ തന്നെ എടുത്തു വെച്ചു. എന്തായാലും എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇവിടുത്തെ അധ്യാപകരും മറ്റു PTA എല്ലാവരും ഇങ്ങനെ കൂടി നിന്നതിൽ ഞാൻ എനിക്ക് സന്തോഷിക്കുന്നു. ഈ വിദ്യാലയം എന്നെ ഞാനാക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പണ്ട് ഇവിടുത്തെ ഒരു വോളിബോൾ കോർട്ട് കളിക്കുന്ന സ്ഥലമായിരുന്നു. അതുപോലെ ഇവിടെ പഴയ ഈ ബിൽഡിംഗ് ഇന്നും ഇരിക്കുന്നത്, പണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ബെഞ്ചിലിരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇരുന്നത് ഈ വരാന്തയിലാണ്. കാരണം ഞങ്ങൾക്ക് ഞാൻ അന്ന് കുറച്ച് ചിത്രം വരയ്ക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് എന്നും രാവിലത്തെ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ വരാന്തയിൽ ഇരുന്നാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നും അത് തകരാതെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം പഴയ ഓർമ്മകൾ പുതുക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് കിട്ടുന്നത് അതിൻ്റേതായിട്ടുള്ള ഓർമ്മകളാണല്ലോ. അപ്പോൾ ആ ഓർമ്മയിലിരിക്കുന്ന ഒരു കെട്ടിടം ഇപ്പോഴും ഉള്ളത് കാരണം എനിക്കത് കൂടുതലും സന്തോഷം നൽകുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ എന്നെ വിളിക്കുകയും ഇതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കുകയും ചെയ്തതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. നിങ്ങളെ ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പങ്കാളിത്തം ഇനി വരുന്ന എല്ലാ പരിപാടികളിലും നിങ്ങൾ അലുമിനി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരൊറ്റ അലുമിനി ഗ്രൂപ്പായിട്ടല്ല, ഇത് നമ്മൾ ആദ്യം ഒന്നായിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഓരോ ഇയർ 10 കൊല്ലമായിട്ടുള്ള ഓരോ ഗ്രൂപ്പാക്കി വയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ആകണം, എന്നാലേ കഴിഞ്ഞ എല്ലാവരെയും കൂട്ടി നമുക്ക് പ്രോഗ്രാമുകൾ പിന്നീട് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളുടെ എല്ലാവരെയും ഈ അലുമിനിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരവിടെ ഉണ്ടാവണം.
നിങ്ങളെല്ലാവരും വന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും നമ്മുടെ ക്ഷണം ചേർന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആദരിക്കുന്നതിനായി ഏവരെയും സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിച്ചോളൂ. 175 ஆண்டுகளை சந்திக்க செய்த இறைவனுக்கு முதலில் என் நன்றிகள். பல ஆயிரம் மைல் கடந்து பிரான்ஸ் நாட்டிலிருந்து இந்தியா வந்து அதிலும் சிறப்பாக பாலக்காடு பகுதியில் உள்ள ஏழை மாணவ மாணவிகளுக்கு அறியாமை எனும் இருள் அகற்றி ஒளி ஏற்றிட என் சபை நிறுவனர் தந்தை ஜோசப் லூயிஸ் ரவேல் அவர்களை தொடர்ந்து பல அருட்தந்தையர்களும் அருட்சகோதரிகளும் இந்த பள்ளியில் தலைமை ஆசிரியராகவும் ஆசிரியராகவும் பணியாற்றியுள்ளனர். அதில் நிறைய பேர் இறை சந்நிதி அடைந்துவிட்டனர், கொஞ்சம் பேர் வரவில்லை. வந்தவர்களை மகிமைப்படுத்தும் வகையில் முதலாவதாக, நீங்கள் கற்பித்தது பாடம் அல்ல, நாங்கள் கண்டது ஒரு வாழ்க்கை வழி. புத்தகத்தை விட பெரிய கல்வி புனிதமான உங்கள் நற்பணி. சில நேரம் தாயாக, சில நேரம் தோழியாக 9 ஆண்டுகள், அதாவது 1971 முதல் 75 மற்றும் 1992 முதல் 97 வரை என் பள்ளியில் பயணித்த அருட்சகோதரி டோனா அவர்களை மனதார வாழ்த்துகிறோம். மௌனத்தில் கூட ஓர் நிழலாய் நின்று கற்றல் கடலில் ஒளிக்கதிராய் இருந்து உதவிய சகோதரி லூயிசா அவர்கள் 4 வருடம், அதாவது 1975 முதல் 1978 மற்றும் 1 வருட காலம் தலைமை அருட்சகோதரியாக, அதாவது 2003 முதல் 2004 வரை பணியாற்றிய உம்மை நெஞ்சார வாழ்த்துகிறோம், மனதார பாராட்டுகிறோம். சாந்தமாய் சாதனைகள் புரிந்து யதார்த்த வாழ்விலும் எளிமை, எளிமையோடு கூடிய நேர்மை, நேர்மையோடு சேர்ந்த பொறுமை, பொறுமையில் வெளிப்படும் பணிவு, பணிவான வாழ்வில் லட்சிய தெளிவு கொண்டு மாணவர்களின் நலனில் எளிமையாய் பொறுமையாய் லட்சிய வாழ்வின் அர்த்தத்தை உணர்த்திய சகோதரி சாண்ட்ரா அவர்கள் நமது பள்ளியில் 14 வருடங்கள் பணியாற்றியுள்ளனர். இவரின் அளவிட முடியா நற்பணிகளுக்கு நெஞ்சார நன்றியினை மனதார வாயார பகிர்ந்தளிக்கின்றோம். சசிதரன் அவர்களை அன்புடன் அழைக்கிறேன். தனி காற்றாய் தன் பணிகளில் தனித்துவ பாணியை வெளிப்படுத்தி அக்கறை உள்ளவும் ஆர்வம் நிறைந்த மனமுமாய் சொன்னதை செய்வது மட்டும் பணியல்ல, சொல்லாததையும் செய்து மகிழ்விப்பதே மகத்தான பணி என்று ஒரு நாள் முதல்வர் போல் 1 வருட தலைமை அருட்சகோதரியாக இருந்து பல அரிய பெரும் பணிகளை ஆற்றிய சகோதரி நீட்டா அவர்களை, அனுபமா அவர்களை அன்புடன் அழைக்கிறேன். വിദ്യാലയം എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ദൈവം നമ്മുടെ ഗുരുക്കന്മാരാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ മാതൃകയാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ അധ്യാപകരെയാണ്. ഇന്ന് നമ്മളിവിടെ എവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കാരണം നമ്മുടെ ഗുരുക്കന്മാരാണ്. ഈ അവസരത്തിൽ നമുക്ക് ഗുരുസാദരം പരിപാടിയിലൂടെ നമുക്ക് ഏവരെയും ആദരിക്കാം. നമുക്കറിയാം, ഇന്നിവിടെ എത്തിപ്പെടാൻ കഴിയാത്ത അധ്യാപകരുണ്ട്, നമ്മെ വിട്ട് പിരിഞ്ഞുപോയ ഒരുപാട് അധ്യാപകരുണ്ട്. ഈ അവസരത്തിൽ അവരെയും കൂടി ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ആദരിക്കുന്നു. വിദ്യാലയത്തിനും തൻ്റെ ശിഷ്യഗണങ്ങൾക്കുമായി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച അധ്യാപകർ, ഞങ്ങളുടെ പ്രിയ ഗുരുനാഥർ. 1979 മുതൽ 2013 വരെ നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച രമ ടീച്ചർ ഇന്ന് അകത്തേത്തറ ശാസ്താനഗറിലാണ് താമസിക്കുന്നത്. രമ ടീച്ചറെ ആദരവോടുകൂടി ഗുരുസാദരം ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ ആദരിക്കുമ്പോൾ നമ്മുടെ ഓരോ വിജയ പ്രിയത്തോടും ഇന്നിവിടെ
നമ്മുടെ ശിഷ്യഗണങ്ങളോടൊപ്പം തന്നെ റീത്ത ടീച്ചറും പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. 1974 മുതൽ 2003 വരെ ഇവിടെ സേവനമനുഷ്ഠിച്ച ടീച്ചർ ഇപ്പോൾ കോയമ്പത്തൂരാണ് താമസം. ടീച്ചറോട് എത്തിച്ചേർന്നിട്ടുണ്ട്. സാദരം ഏറ്റുവാങ്ങുന്നതിനായി റീത്ത ടീച്ചറെയും സാദരം ആദരിക്കുന്നതിനായി ലിനിയ ഇവരുടെ അമ്മ ലിലി ടീച്ചർ 1995 മുതൽ 2010 വരെ ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മാങ്കാവാണ് താമസം. ടീച്ചറെയും ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി ലിലി ടീച്ചറെയും നമ്മൾ ആദ്യം തന്നെ ശ്യാമപ്രസാദ് സാറുടെ വാക്കുകളിൽ നമ്മൾ ആദരിച്ചു കഴിഞ്ഞു. അപ്പോൾ സാറുടെ വാക്കുകൾ, ആ ആദരവ് നമുക്ക് ഏവർക്കും വളരെയധികം സന്തോഷം നൽകുന്നതായിരുന്നു. എന്നും എപ്പോഴും എവിടെയും ഞങ്ങളെ പുഞ്ചിരി തൂകുന്ന മധുരവുമായി എതിരേറ്റ ഹിന്ദി ടീച്ചർ ഇപ്പോൾ തൃശ്ശൂരാണ് താമസം. തൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒരു വിളിപ്പാട് അകലെ മാത്രം താമസിച്ച നന്മയുടെ ആദ്യാക്ഷരം കുറിച്ച നമ്മുടെ ഗുരുനാഥ തങ്കമണി ടീച്ചറെ ആദരവോടുകൂടി വേദിയിലേക്ക് ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ മാങ്കാവിൽ താമസിക്കുകയും ചെയ്യുന്ന രഞ്ജിതൻ ടീച്ചറെ ആദരിക്കുന്നതിനായി അനന്ത പത്മനാഭൻ സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. எல்லாமே வருஷம் 1997 വരെ നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ പുത്തൂരാണ് താമസം. ടീച്ചറെ ആദരവേറ്റുവാങ്ങുന്നതിനായി സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരിക്കുന്നതിനായി ബഹുമാൻ 2019 വരെ നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ മാങ്കാവിലാണ് താമസം. സ്റ്റെല്ല ടീച്ചറെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സവിനയം ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിലെ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അരുൾ സെൽവി അവർകളെയും സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടി പ്രാസംഗികരെ വാർത്തെടുത്തതുമായ ബേബി ടീച്ചർ 1990 മുതൽ 2016 വരെ നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചു. ബേബി ടീച്ചറെ സാദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഈ ആദരവ് ചോദിച്ചു വാങ്ങിയാണ്. എന്താ വെച്ചാൽ ഇന്നത്തെ ഹരിപ്രിയ ടീച്ചറുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അന്നത്തെ ഹരിപ്രിയ ടീച്ചറാണ് ബേബി ടീച്ചർ. ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരേ കുഴപ്പം കൊണ്ട് എന്നെ അത്ര വിളിച്ച് ശല്യപ്പെടുത്തിയ ആളാണ്. അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ലിറ്റി ടീച്ചറെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ ഇന്നും എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞ് ഞാൻ ഇന്നിവിടെ അധ്യാപികയായി നിൽക്കുമ്പോഴും ഇന്നും നമ്മുടെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നത് നമ്മുടെ എപ്പിയൊക്കെയാണ്. അപ്പോൾ എപ്പിയൊക്കെ നമുക്ക് ആദരിക്കണ്ടേ? അപ്പോൾ ഈ വേളയിൽ എപ്പിയൊക്കെയും നമ്മൾ ബഹുമാനപൂർവ്വം ആദരിക്കുന്നു. ഞങ്ങളുടെ അന്നദാതാവിന് ഒരു നിറഞ്ഞ കയ്യടിയാവാം. എന്നിലെ എന്നെ കണ്ടെത്തിയ എന്ന് ഓരോരുത്തരും അഭിമാനിക്കുന്ന ഗുരുക്കന്മാരെ ആദരിക്കുകയാണ് ഉണ്ടായത്. അടുത്തതായി ഈ വേദിയിൽ അരങ്ങേറുന്നത് ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷൻ. അവർ 4-5 പരിപാടികൾ തയ്യാറായിട്ടുണ്ട്. അതിഗംഭീര പരിപാടികളാണ്. അത് എല്ലാവരും സഹൃദയം ഏറ്റുവാങ്ങുന്നവരായി തയ്യാറെടുക്കുക. ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ
ശ്യാമപ്രസാദ് സർ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന എൻ്റെ ഗുരുനാഥർ, പ്രിയ കൂട്ടുകാർ, ഏറെ കാലത്തെ ആഗ്രഹം ഇന്ന് സഫലമായിരിക്കുകയാണ്. ഓഗസ്റ്റ് 31 സെന്റ് സെബാസ്റ്റ്യന്റെ ചരിത്രത്താളുകളിൽ ഇടം നേടിയിരിക്കുന്നു. പാലക്കാടിന്റെ ചരിത്രത്തിൽ തന്നെ 175 വർഷം പിന്നിട്ട ആദ്യ വിദ്യാലയം എന്ന പ്രൗഢി നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. അതോടൊപ്പം ഏവരുടെയും വിശിഷ്ട സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ അക്ഷരമുറ്റത്തേക്ക് എത്തിച്ചേർന്ന ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ് എന്നിലെ കർത്തവ്യം. വെറുമൊരു നന്ദിയല്ല, ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു നന്ദി. ശ്രീമതി ബിനിമോൾ അവർക്ക് വിദ്യാലയത്തിന്റെ പേരിൽ ആദ്യമായി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇടങ്ങഴിച്ചോറും ഇലയിലുണ്ണാനാം കൊതിച്ചിരുന്നോണമുണ്ടായിരുന്നു, കൊതിച്ചിരുന്നോണമുണ്ടായിരുന്നു. നഖങ്ങളിൽ തെളിയും നവമുദ്ര കനവിൽ ചാർവണ പൂങ്കോടി തുന്നിയ നാൾ. നഖങ്ങളിൽ തെളിയും നവമുദ്ര കനവിൽ ശ്രാവണ പൂങ്കോടി തുന്നിയ നാൾ. വറുതി തന്നൂറുവാം കർക്കിടപ്പീത്തിൽ ചേമ്പില നീർമണി തിളങ്ങിയ നാൾ. വറുതി തന്നൂറുവാം കർക്കിടപ്പീത്തിൽ ചേമ്പില നീർമണി തിളങ്ങിയ നാൾ. തിരികെ വരാത്തൊരാ പഴയൊണനാൾ ഇനി എനിക്കോർമ്മയുണ്ടായിരിക്കാൻ. ഇവിടെയൊരോണമുണ്ടായിരുന്നു. കളങ്ങളിൽ വരയും തളങ്ങളിൽ നിറയെ തൊടിയിലെ പൂക്കൾ വിതറിയ നാൾ. കളങ്ങളിൽ വരയും തളങ്ങളിൽ നിറയെ തൊടിയിലെ പൂക്കൾ വിതറിയ നാൾ. ഉള്ളതിൻ ബാക്കി ഉറിയിലേക്കായി ഉറുമ്പിനായി പോലും വിതറിയ നാൾ. ഉള്ളതിൻ ബാക്കി ഉറിയിലേക്കായി ഉറുമ്പിനായി പോലും
കൃഷ്ണ 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 जय माधव विष्णु अजित जय माधव विष्णु अजित हरे माधव विष्णु अजित हरे माधव विष्णु अजमुख देव अजित हरे माधव विष्णु अजमुख देव विजय सारदे साधु विजयं परयुं विजय सारदे साधु विजयं परयुं विजय सारदे साधु विजयं विजय सारदे साधु विजय सारदे साधु विजय सारदे साधु
बल
സാധിച്ചതില്ലേ കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ കാലവിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല नमस्ते नमस्ते कलादेवते नमस्ते नमस्ते वीणा पाणियाई मोहन राणियाई वाणीडुം വാണിനി ശ്രീകോവിലിൽ തൊഴുകൈയിൽ താമരമുട്ടും ഒരു കൊച്ചു കൈത്തിരിയും ഈ ചേറു ദീപനാളം അണയാതിരിക്കുവാൻ നൂറു നൂറു ദീപമായി പടർന്നു ജ്വലിക്കാൻ ഈ ചേറു ദീപനാളം അണയാതിരിക്കുവാൻ നൂറു നൂറു ദീപമായി പടർന്നു ജ്വലിക്കാൻ മഴമുകിലേ പോകല്ലേ ഇരുണ്ടു ഉരുണ്ടു മുരണ്ടു വരൂ വയലേലകൾ നീണ്ടു വരണ്ടു ഒരു തുള്ളി നീരു തരൂ വയലേലകൾ നീണ്ടു വരണ്ടു ഒരു തുള്ളി നീരു തരൂ ഒരു തുള്ളി നീരു തരൂ ആ ആ ആ ആ കതിരോന്റെ കൺതട്ടാതെ കാണാൻ പൊന്നിനെ പോലും വെല്ലുന്നൊരു മഞ്ഞക്കല്ലിനെ കതിരോന്റെ കൺതട്ടാതെ തീരണം മഴമുകിലേ പോകല്ലേ ഇരുണ്ടു ഉരുണ്ടു മുരണ്ടു വരൂ വയലേലകൾ വീണ്ടു വരണ്ട
സദ്യയൊരുക്കാൻ മലയാള മക്കൾ നമ്മുടെ മാനം കാക്കാൻ മാവേലി തമ്പ്രാനൊരു പൊന്നോണ സദ്യയൊരുക്കാൻ മലയാള മക്കൾ നമ്മുടെ മാനം കാണാൻ മഴമുവിലെ പോകല്ലേ ഇരുണ്ടു മുരണ്ടു വരൂ വയലേലകൾ വീണ്ടുവരണ്ടു ഒരു തുള്ളി നീരു തരൂ വയലേലകൾ വീണ്ടുവരണ്ടു ഒരു തുള്ളി നീരു തരൂ ഒരു തുള്ളി നീരു തരൂ ഒരു തുള്ളി നീരു തരൂ ഒരു തുള്ളി നീരു തരൂ. Thank you. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാ Thank you. Thank you. வளர்ச்சியும் கலாச்சாரங்களை நிலைநாட்டி பல்வேறு சமுதாயங்களை பல நூறு ஆண்டுகளாக ஒருங்கிணைத்து வருகின்றனர். இதுவே ஒவ்வொரு நாட்டின் தனித்துவத்தையும் பண்பாட்டையும் உலக அரங்கில் வளர்ச்சியடைய செய்ய அடிப்படையாக விளங்குகிறது. இப்பொழுது மேடையில் நமது பள்ளியின் தமிழ்துறை முன்னாள் மாணவ மாணவிகள் தமிழ் கலாச்சாரத்தை பறைசாற்றும் கலை வடிவங்களான பரதநாட்டியம், நாட்டுப்புற கும்மி, பொய்க்கால் குதிரையாட்டம், தைப்பொங்கல், ஜல்லிக்கட்டு ஆகிய கலை வடிவங்களை கண்களுக்கு விருந்தளிக்க உள்ளனர். கண்டுகளிக்க உங்கள் அனைவரையும் அன்புடன் வரவேற்கிறோம்.
തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ അയ്യോ മണമറിഞ്ഞേ മണവിനതെ കാവരങ്ങാൻ ചൂട്ടും തെളിച്ചോര പാടവരമ്പ തുറക്കമില്ലാറു മാസം തകതക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും കാതിലാണേ കമ്മലില്ല കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ
ഇറങ്ങി മുടിയിലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്നെ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം, പണവും വേണം. കൂരയാണേ വേണ്ടതില്ല, പുരയിടവും ബോധിച്ചില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്നെ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണ്ട, പണവും വേണ്ട. ദൂരെ നിന്നും അടുത്തൻ നിന്നെ കെട്ടാൻ വരും ഇവിടെ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ട് നീ നിന്നെ കേട്ടാൽ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ട് നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ട് നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. താങ്ക് യു. കെട്ടിയിട്ടുണ്ട്, 2 പിള്ളേരും ഉണ്ട്. എന്നിട്ട് പാടുക നിന്നെ കാണാൻ എന്നെക്കാളും. അതെ, ഒരു കാലത്ത് പാടാൻ വെച്ച പാട്ട് ഇപ്പോഴേ പാടാൻ അവസരം അല്ല, കിട്ടും. രതീഷ് പാടിയപ്പോ അതൊന്ന് ശ്രദ്ധിക്കണേ. നിന്നെ കാണാൻ എന്നെക്കാളും, അതായത് 7ാം ക്ലാസ്സിൽ ആരോടോ പാടി. അത് ഓർത്തോർത്ത് കുട്ടി പാടാണ്. ഇദ്ദേഹം ഒന്നുമല്ല, നീ പോടാ, എനിക്ക് വേറെ ആളെ കെട്ടിയതാണ്. നിന്നെ കാണാൻ എന്നെക്കാളും അങ്ങനെയായിരുന്നു. എന്തായാലും സംഗതി ഗംഭീരം. എന്തായാലും നിങ്ങൾ എല്ലാവരും കേട്ടാൽ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഞങ്ങള് പഴയ പാട്ടന്നെ ഞങ്ങൾ നോക്കിയാണ്. കഴിഞ്ഞ നമ്മൾ എല്ലാവരും പഴയ ആൾക്കാരാണല്ലോ. പഴയതിനോട് കുറച്ച് സ്നേഹം കൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ പഴയതിലേക്ക് എന്നെ ഒന്ന് പിടിച്ചതാണ്, അത്രേ ഉള്ളൂ. And ശ്രീ ചിത്ര. ഞങ്ങൾ
പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ എനിക്കും കളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈം. Anyway, thank you all for being a part of this wonderful program. Congratulations to the entire team for putting together an unforgettable celebration of culture and making this day a memorable one. ഒത്തിരി നല്ല ഓർമ്മകളുമായി സ്നേഹബന്ധങ്ങൾ വീണ്ടും ദൃഢപ്പെടുത്തി ഇന്നത്തെ ഈ ദിവസം ഒരു വലിയ ഓർമ്മയായി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഏവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ദിസ് ഇസ് ജിനി ബിജോയ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. 1997 வரைக்கும் பெஸ்ட் ஸ்டூடெண்ட்ஸாக இங்கே நான் படித்தேன். நான் 93ல் இங்கே இந்த சென்ட் செபஸ்டியன் ஸ்கூலுக்கு வரும்போது எனக்கு எங்கள் அப்பா ஒரு வயசில் இறந்துட்டாங்க. எங்கள் அம்மா கொஞ்சம் உடம்பு முடியாதவங்க. எங்கள் அம்மா என்னை பெற்றெடுத்தாலும் என்னோட முதல் தாய் அப்படின்னு சொல்கிறதுக்கு இங்கே இருந்த சிஸ்டர்ஸ் ஃபாதர்ஸ் தான். அதில் ஃபஸ்ட்டு நம்பர் 1 அப்படின்னு நான் சொல்ல முடியாது, ஏன்னா தப்பாக நினச்சிக்கூட மற்றவங்களாம்.
டீச்சரும் இல்லை. எங்களை விட்டு பிரிந்து போன அந்த எல்லாருக்காக வேண்டியும் எல்லாரும் ப்ரே பண்ணிக்கங்க, நானும் ப்ரே பண்ணிக்கிறேன். மீண்டும் மீண்டும் தலைமை ஆசிரியர் செல்வி சிஸ்டருக்கு ரொம்ப ரொம்ப நன்றி. സെന്റ് സെബാസ്റ്റ്യൻ என்றும் வாழ்க. ജയ്ഹിന്ദ്. കോളേജുകളിലാണെച്ചാലും UGCയുടെ എല്ലാ ഫണ്ടും കിട്ടുകയാണെച്ചാലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ടാവണം. കാരണം വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു സംഘടന എന്നുള്ളതാണ് ഈ അലുമിനി ഗ്രൂപ്പായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാധാരണ വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പോകലല്ല. കാരണം ഈ ഗ്രൂപ്പിന് ചിലതായിട്ടുള്ള ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഗ്രൂപ്പ് ഇവിടെ നമ്മളിവിടെ ഓൾഡ് സ്റ്റുഡൻസ് ആയാലും കുറേ പേരുണ്ടാവും. അവരെല്ലാവരും ചിലപ്പോൾ സ്കൂളിന് വേണ്ടി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ വരുമ്പോൾ ചില സമയങ്ങളിൽ അത് സ്കൂളുകാർക്കും ആ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഓഡിറ്റബിളായിരിക്കും. അതിനുള്ള ചില പ്രശ്നങ്ങളൊക്കെ സ്കൂളിലും വരും. കാരണം പൈസ കൂടുതലായിട്ട് സ്കൂളിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അലുമിനി ഗ്രൂപ്പായിട്ടുള്ളത്. കാരണം ഈ ഓൾഡ് സ്റ്റുഡൻസിന് അവർ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ അലുമിനി ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ അവർക്ക് ഈ അവർ നൽകാൻ ഉദ്ദേശിക്കുന്ന തുക കൊടുക്കാം. കാരണം ഈ ഗ്രൂപ്പ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ നിന്നാണ് പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടെല്ലാം തുടങ്ങുക. അപ്പോൾ ഇതെല്ലാം ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു ഇതായിട്ട് പോകും. നമുക്ക് കിട്ടുന്ന എമൗണ്ടും അതെല്ലാം അത് ചിലവാക്കുന്നതും എല്ലാം അത് ഓഡിറ്റബിളാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്ന അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ അലുമിനൈസ് ആയിട്ടുള്ളവർ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അവർക്ക് ചെയ്യാമെന്ന് ഈ അലുമിനി ഗ്രൂപ്പ് വഴി ചെയ്യാം. അപ്പോൾ അത് എല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അതിൽ പ്രസിഡൻ്റായിട്ടുള്ളത് ഇവിടുത്തെ HM ആയിരിക്കും, സെക്രട്ടറി അലുമിനിയുടെ ഒരു മെമ്പറായിരിക്കും, പിന്നെ ട്രഷറർ ഇവിടെയുള്ള സ്കൂളിൻ്റെ ഒരു ടീച്ചറായിരിക്കും. ബാക്കി 2 വൈസ് പ്രസിഡൻറ്റുമാർ, 2 ജോയിൻറ്റ് സെക്രട്ടറിമാർ, പിന്നെ 5 എക്സിക്യൂട്ടീവ്. ഇങ്ങനെ ചേർന്നതാണ് ഈ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ ആർക്കെങ്കിലും ഇതിലെ ഇതിനു വേണ്ടി ഇല്ല മെമ്പറാവാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് വരാം. സെക്രട്ടറി സതീഷ് കുമാർ സർ, ട്രഷറർ സ്കൂളിലൊരു ടീച്ചറായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറ്റിയ ആപ്റ്റായ ഒരാൾ ദീപ ടീച്ചറാണ്. ദീപ ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി വൈസ് പ്രസിഡന്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും അനന്തപത്മനാഭൻ സർ. മോഹൻ സാറെ ഹെൽപ്പ് ചെയ്യണം. അടുത്ത വൈസ് പ്രസിഡന്റ് മോഹൻ ബാബു സാർ. തിരിഞ്ഞു നോക്കണം, ഇങ്ങോട്ട് പോവാം. ജോയിന്റ് സെക്രട്ടറി വരും. നെക്സ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഇവിടെ വന്നോട്. ഒളിഞ്ഞിരുന്ന അംബികാദേവി, ലത, പത്മദേവ്. സിസ്റ്റർ സിൽവി, സെക്രട്ടറി സതീഷ് കുമാർ, ട്രഷറർ ദീപ ടീച്ചർ, വൈസ് പ്രസിഡന്റ് അനന്തപത്മനാഭൻ സാർ, നെക്സ്റ്റ് വൈസ് പ്രസിഡന്റ് മോഹൻ ബാബു സാർ, ജോയിന്റ് സെക്രട്ടറി മേരി ജാക്ലിൻ, നെക്സ്റ്റ് ജോയിന്റ് സെക്രട്ടറി ആകായം പൂക്കൾ നാളെ എൻ ഗീതമീയെങ്കും പുലാവി, നാളെ എൻ ഗീതമീയെങ്കും പുലാവി എങ്കും വീണാവേ എൻ വാഴി. സംഗീതമേളം തേൻ ചിന്തും നേരം ആകായം പൂക്കൾ
പോലെ പോകുവാനി ദൂരമേ വാഴും കാലം കൊല്ലടി இந்த தேகம் மறைந்தாலும் இசையாய் மலரே இந்த தேகம் மறைந்தாலும் இசையாய் மலரே சங்கீதமே தேசிங்கும் நேரம் ஆலயம் பூக்கள் தோன்றாரம் உள்ளிருந்தும் ஊரிலே பாடலிருந்தும் தேனிலே நாடும் கனவுகள் ராஜபவனிகள் போகின்றதே உள்ளிருந்தும் ஊரிலே பாடலிருந்தும் தேனிலே நாடும் கனவுகள் ராஜபவனிகள் போகின்றதே இந்த மூச்சும் இந்த கீதம் அணையாவியற்கே இந்த மூச்சும் இந்த பாட்டும் அணையா നന്നായി പാടി എല്ലാവർക്കും സ്റ്റേജിലേക്ക് കയറാം. വന്നോ വന്നോ, നമ്മളെല്ലാവരും കൂടെ ഒന്ന് ആടി പാടി അവസാനിപ്പിക്കും. പോരാ, വന്നോ വന്നോ വന്നോ, അത് ധൈര്യമായിട്ട് വന്നു. കമൺ കമൺ കമൺ. One more day.
விதாதா